ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു മോഹൻലാൽ മൂവി വരികയാണ്. അതും നമ്മൾ ഏറെ കാത്തിരുന്ന സിനിമയാണ് ദൃശ്യം 2 കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് ദൃശ്യം ത്രീ എന്ന് അങ്ങനെ എന്താ പറയുക, ഓരോ സോഷ്യൽ മീഡിയയിലും നമ്മൾ ചെയ്യാത്ത ഒരു ഇടമുണ്ടാവില്ല, എവിടെയെങ്കിലും ഒരു ലീഡ് കിട്ടുമോ പറഞ്ഞിട്ട് അവസാനം ജിത്തു ജോസഫിനെ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഷൂട്ടിംഗ് തുടങ്ങി. ടീസർ വന്നു. അവസാനം ബുക്കിംഗ് ഓപ്പണായി. ഇനി എന്ത് വേണം, ഈ മാസം 21 നമ്മളെല്ലാവരും സിനിമ കണ്ട് അറമാദിക്കും. കാരണം നമുക്ക് രണ്ടാമത്തെ പാർട്ട് തിയേറ്ററിൽ ചെന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ആ ഒരു വിഷമവും ആ ഒരു എല്ലാവിധ ഫീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഈ 21 പോയിട്ട് ഇറക്കി വയ്ക്കും. കാരണം ജോർജ് കുട്ടി ആ ക്ലാസിക്കൽ ക്രിമിനൽ ഉണ്ടല്ലോ, അങ്ങനെ കാണാനായിട്ട് ഈ കേരളക്കാര അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ മൊത്തം കാത്തിരിക്കുക കുറേ കാലമായിട്ട്. പിന്നെ നമ്മളെ വെച്ച് കുറേ അവന്മാർ കാശുണ്ടാക്കി, നമ്മുടെ സിനിമ കോപ്പി അടിച്ച അവന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയായിരുന്നു ബോളിവുഡിലൊക്കെ. പക്ഷേ എന്തായാലും മലയാളത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതൊരു അമാനുഷികമായ ക്രിയേറ്റിവിറ്റി. അതിനൊന്നും തകർക്കാൻ ഇതുവരെ ഒരു ഇൻഡസ്ട്രിയും കഴിഞ്ഞിട്ടില്ല, അതൊട്ടും കഴിയാൻ പോകുന്നുമില്ല. എന്തായാലും മക്കളെ, പടങ്ങൾ പൊളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊളിച്ചടുക്കും മാത്രമല്ല കയറിയാണ് കൊളുത്തും. അമ്മാതിരി സാധനമാണ് സിനിമ നമ്മുടെ ജിത്തു ജോസഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്. മക്കളെ, എല്ലാവരും ബുക്ക് ചെയ്തോ, പടം അടാറായിരിക്കും. കാരണം ആ ടീച്ചറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇത് എന്തൊക്കെയോ ആണ് ഒളിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ പല സീൻസിലും ഈ അറിയാതെ പറയുന്ന കുറേ ഡയലോഗുണ്ട് ആ അഡ്വക്കേറ്റോട്. അപ്പോൾ എന്തായാലും സിനിമ എവിടേക്കോ നമ്മളെ ഒന്നുകൂടി പിടിച്ചിരുത്തുകയല്ലോ, ഒന്നുകൂടി ഞെട്ടിക്കാൻ. അതും ഫസ്റ്റും സെക്കൻഡേക്കാളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിലേക്ക് വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിപ്പോൾ ബുക്ക് മൈ ഷോയാണ്. ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ തോന്നുകയാണെങ്കിൽ ചെയ്തോളൂ. മെയ് 21 നമ്മൾ അടിച്ച് പോയി കാണാൻ പോകണം. സിനിമ ജിത്തു ജോസഫ്, ആൻറ്റി പെരുമ്പാർ, മോഹൻലാൽ, മീന, പിന്നെ വെള്ളാരി, വിളക്കോഴി, അങ്ങനെ കുറേ. പക്ഷേ വില്ലനായി വരും നമ്മുടെ സ്വന്തം ഭരത് ഗോപി. എൻ്റെ മോൻ അങ്ങേറ്റിൻ്റെ ഒരു കരിഷ്മസ് ഒരു രക്ഷയിലെത്തണം. എന്തായാലും ഇതിലേക്ക് പുതിയൊരു ആളുകൾ വന്നിട്ടുണ്ട്. എന്തായാലും പുതിയ കഥാപാത്രങ്ങളൊക്കെ ഇറക്കി വെച്ച കാരണം അപ്പോൾ അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. എങ്ങനെ അവരെയും കൂടി ശശിയാക്കാമെന്ന് ജോർജ് കുട്ടി കാണിച്ചു കൊടുക്കും. അത് നമ്മൾ ആ ഒരു വലിയ സ്ക്രീനിലിരുന്ന് കാണും കാണും. എന്തായാലും മോഹൻലാലിൻ്റെ ഈ ഒരു തുച്ഛമായുള്ള പ്രകടനം പ്രതീക്ഷയാണ് ഞങ്ങൾ പോകുന്നത്. അത് ഒരിക്കലും നിരാശപ്പെടുത്തില്ല. കാരണം ഈ ഒരു ദൃശ്യത്തിൽ ജോർജ് കുട്ടി അതൊരൊന്നൊന്നര ജോർജ് കുട്ടിയാണ്. പൊളിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിനിമ എന്തായാലും മക്കളെ ഫസ്റ്റ് ഡേ കാണാം. എന്തായാലും സിനിമ വിജയിച്ചു എന്നുള്ളത് ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ ടീച്ചർ കാണാൻ നമുക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളും ആ സിനിമയ്ക്ക് കാത്തിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ കയറി ബുക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വിടും. കാരണം ഈ സിനിമ അത്രയും ഗംഭീരമായിട്ട് എന്നൊരു 2 പാർട്ടിൻ്റെ ഒരു ചരിത്രമുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മോശം വരില്ല. പല അതിലും നമ്മളെ ജിത്തു ജോസഫ് എന്ന ക്രിമിനൽ മൈൻഡുള്ള വ്യക്തി അടിപൊളിയായിട്ട് സിനിമ എടുത്തിരിക്കും. എന്തായാലും നിങ്ങളും ഈ സിനിമ ഓക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് സിനിമ കാണാൻ പോകും. 21 പോയി കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.